ഹലോ ഫ്രണ്ട്സ്, കുറേ കാലമായി ഒറ്റയ്ക്കുള്ള ഒരു യാത്ര പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം രാവിലെ ഏകദേശം വെളുപ്പിന് ഒരു 3:50 ഒരു ട്രെയിന് മംഗലാപുരത്തേക്ക് കയറിയിട്ടോ. 85 രൂപയാണ് ഇപ്പോൾ ടിക്കറ്റിന് വന്നിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഒരു പൊറാട്ടയും കറിയും കഴിച്ച് പിന്നെ ഒരു ബസ്സിൽ കയറി. പിന്നെ ഞാനിപ്പം പോണ കതിര പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കേവ് ഉണ്ട്. അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് ഓരോ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ ഇവിടെ കൂടുതൽ ആൾക്കാരും ഹിന്ദി സംസാരിക്കും. എനിക്ക് കാര്യമായിട്ട് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവരെ കന്നഡ ലാംഗ്വേജ് എനിക്ക് അത്ര മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. കതിര പാർക്കിൻ്റെ അടുത്തായിട്ട് ഒരു ടെമ്പിൾ ഉണ്ട്. ഏകദേശം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. അപ്പോൾ ഇതിനടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ കാണിക്കുന്നത്. ഒരു കേവാണ്, പാണ്ഡവ കേവ്. സംഭവം വേറെ ലെവലാണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പം ഞാൻ ഈ ലൊക്കേഷൻ്റെ അടുത്ത് വന്നിട്ട് ഇതെവിടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നും അധികം ആരെയും കാണുന്നില്ല. ഈ ഒരു വഴിയിലൂടെയൊക്കെ പോയി നോക്കിയപ്പോൾ സത്യത്തിൽ ഭയങ്കര പേടിപ്പെടുത്തുന്നൊരു സ്ഥലം കേട്ടോ. എന്താ പറയുക, ആരുമില്ല. ഇതൊരു വീട് കണ്ടോ, ഈ പഴയ പ്രേതത്തിൻ്റെയൊക്കെ സിനിമയിലൊക്കെ കാണുന്ന മാതിരിയുള്ളൊരു വീടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് ഇന്ന് താഴോട്ട് പോകാൻ ഭയങ്കര പേടിയാവുന്നുണ്ട്. കാരണം ഭയങ്കര ഒരു സ്ഥലമാണ്. പിന്നെ ഞാൻ അവസാനം ഈ ഒരു ഗുഹൻ്റെ കണ്ടെത്തിട്ടോ. ഇത് സംഭവം ഇവിടെ ഇവർ പുറത്ത് മതിലൊക്കെ കെട്ടുന്നുണ്ട്. ഈ ഗുഹ നല്ല നീറ്റാക്കി കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനുള്ളിലോട്ട് അവർ കയറിക്കുമെന്ന് പറഞ്ഞു. പുറത്ത് ആളുള്ളതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് കയറിയിട്ടോ. ഉള്ളിലൊരു രക്ഷയില്ല സത്യത്തിൽ. അമ്മാതിരി ടെറർ മൂഡ് അറിയോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടു കഴിഞ്ഞാൽ വെളിച്ചം ഇല്ല. കുറച്ച് ഉള്ളോട്ട് പോകുമ്പോൾ തീരെ വെളിച്ചമില്ല. എനിക്കാണെങ്കിൽ സത്യത്തിൽ ഭയങ്കര പേടിയാവുന്നുണ്ട്. പക്ഷേ ഞാൻ പോയി. ഇതിൻ്റെ ഉള്ളിൽ വേറെ ലെവൽ, എന്തോ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർ ഏകദേശം 1500-2000 വർഷങ്ങൾക്ക് പഴക്കം ഉണ്ടെന്നായിരുന്നു തോന്നുന്നത്. കറക്റ്റായിട്ട് ഇവരുടെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. ഇവർ ഈ പാണ്ഡവരുടെ കാലത്ത് അവർ ഈ വന്യ മൃഗങ്ങളൊക്കെ ഇടന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ഒളിച്ചിരുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. പിന്നെ എന്നൊക്കെ ഭയങ്കര ചരിത്രങ്ങളുണ്ട്. എനിക്ക് ചരിത്രങ്ങളൊന്നും അങ്ങനെ അറിയില്ല. ആൾത്താമസമൊന്നുമില്ല. അങ്ങനെ ഇവർ പുറത്ത് നല്ല ഇതിന് ചുറ്റും ഗുഹ നന്നാക്കാൻ വേണ്ടിയിട്ട് മതിലൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോകുമ്പം ഇവരിവിടെ പുറത്ത് ഉള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ പോയത്. ഇവരിവിടെ പുറത്തുള്ളതുകൊണ്ട് എനിക്ക് അത്ര പേടിക്കാനില്ല. ഇനി കാരണം എന്താ സംഭവിച്ചാൽ കർണാടകക്കാരാണ്. പിന്നെ ഇവർ നല്ല